നമസ്കാരം. ജ്യോതിർ ദർശനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫെബ്രുവരി മാസം 22 മുതൽക്ക് 28 വരെയുള്ള ഒരാഴ്ചക്കാലത്തെ 7 ദിവസത്തേക്കുള്ള സാമാന്യ ഫല നിരൂപണം എല്ലാ രാശിക്കാർക്കും, മേഷാദിയായിട്ടുള്ള എല്ലാ രാശിക്കാർക്കും നടത്താൻ ശ്രമിക്കുകയാണ്. ഇവിടെ ഒരു ചതുർഗ്രഹയോഗം, സൂര്യൻ, ബുധൻ, ശുക്രൻ, രാഹു ഇതെല്ലാം കുംഭത്തിലാണ്. ചൊവ്വ മകരത്തിലാണ്, അത് ഉച്ചക്ഷേത്രം, ചൊവ്വയുടെ ഉച്ചക്ഷേത്രമാണ്. ഗുരു അഥവാ വ്യാഴം മിഥുനത്തിലാണ്. മീനത്തിൽ ശനിയും കേതു ചിങ്ങത്തിലും ആണ് ഗ്രഹസ്ഥിതി. അപ്പോൾ ഈ ആഴ്ച മേഷാദി രാശിയിൽ വരുന്നതായിട്ടുള്ള എല്ലാ നക്ഷത്രക്കാരുടെയും സാമാന്യ ഫലമാണ് ഇവിടെ പറയാൻ പോകുന്നത്. ആദ്യമായിട്ട് നമുക്ക് മേടം രാശി എടുക്കാം. മേടം രാശിക്ക് അശ്വതിയും ഭരണിയും കാർത്തികയുടെ ആദ്യത്തെ പാദവും ചേർന്നതാണ് മേടം രാശി. ഇവർക്ക് 11ാം ഭാവത്തിൽ ആണ് ചതുർഗ്രഹയോഗം വരുന്നത്. കൂട്ടായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ കൂടെ ഉണ്ടാകുന്ന വലിയ നേട്ടങ്ങളും സംഘടനാപരമായിട്ടും അതുപോലെ ടീം വർക്ക് മുഖേനയുള്ള ജോലികളും നന്നായിട്ട് കൊണ്ടുപോകാൻ സാധിക്കും. നെറ്റ്വർക്കിങ്ങിൽ കൂടെയുള്ള ജോലികൾ, ഇതിനൊക്കെയുള്ള അവസരമുണ്ട്. അങ്ങനെ കൂട്ടായിട്ടുള്ള വർക്കുകളിൽ കൂടെയാണ് ഇവരുടെ ജോലി ഈ കാലഘട്ടത്തിൽ ഏറ്റവും നന്നായിട്ട് പ്രശോഭിക്കുന്നത്. അങ്ങനെയുള്ളതാണ്. മറ്റ് വ്യക്തിപരമായിട്ടുള്ള ജോലികളിൽ അവർക്ക് അത്ര ശോഭിക്കാൻ വഴിയില്ല. ധനപരമായിട്ട് വരുമാനം വർദ്ധിക്കും. അതുപോലെ തന്നെ കമ്മീഷൻ കിട്ടേണ്ടവർ, ഇൻസെൻറ്റീവ്സ്, ബോണസ് ഇങ്ങനെയുള്ള കിട്ടേണ്ട ജോലികളിൽ അതൊക്കെ കിട്ടാനുള്ള സാഹചര്യം ഉണ്ട്. ആരോഗ്യപരമായിട്ട് നല്ല ഊർജ്ജസ്വലതയോടുകൂടി ജോലി ചെയ്യാൻ സാധിക്കുന്നുണ്ട്. മറ്റ് രോഗങ്ങൾക്കും ഒന്നും അവസരമില്ല. കുടുംബപരമായിട്ട് സുഹൃത്തുക്കൾ ആയിട്ടുള്ള ഇടപെടൽ, പരസ്പര ബന്ധം, കൂടിച്ചേരലുകൾ ഇതൊക്കെ ഉണ്ടാകും. അതോടൊപ്പം തന്നെ കുടുംബപരമായിട്ടുള്ള സ്വന്തം മക്കൾ, ഭാര്യ, അച്ഛനമ്മമാർ മുതലായിട്ടുള്ള ആൾക്കാരുമായിട്ടുള്ള ബന്ധം ആരോഗ്യകരമായിട്ട് നിലനിർത്താൻ ശ്രമിക്കുകയും വേണം. എന്തെന്നാൽ കൂടുതൽ സമയവും ഇവരുടെ ജോലി തിരക്ക് കൊണ്ട് ജോലിയിലും തുടർന്ന് സുഹൃത്തുക്കളുമായിട്ടും ഒക്കെ ഉള്ള സമയം ചെലവഴിക്കുന്നു എന്നുള്ളതുകൊണ്ട് കുടുംബത്തിൽ വേണ്ടത്ര ബാലൻസ് ചെയ്ത് നിൽക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടുള്ള ചെറിയ പരിഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് നോക്കേണ്ടതാണ്. ഒരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് സൂര്യക്ഷേത്രത്തിൽ അഥവാ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക മുതലായിട്ടുള്ള കാര്യങ്ങൾ നല്ലതാണ്. അവിടെ ധാര മുതലായിട്ടുള്ള നടത്തുന്നത് നല്ലതാണ്. സൂര്യ നമസ്കാരം ചെയ്യുക, സൂര്യന് അർഘ്യം കൊടുക്കുക മുതലായിട്ടുള്ള കാര്യങ്ങൾ, സൂര്യന് ഗ്രഹശാന്തി ചെയ്യുന്നതും നല്ലത് തന്നെയാണ്. അതുപോലെ തന്നെ സഹായങ്ങൾ ചെയ്യുക. പാവപ്പെട്ടവർക്ക് അഥവാ അത് വേണ്ടവർക്ക് അവനവനാൽ ചെയ്യുന്നതായിട്ടുള്ള ചെയ്യാൻ സാധിക്കുന്നതായിട്ടുള്ള ദാനധർമാദികൾ ചെയ്ത് ഒരു സ്വാസ്ഥ്യം കിട്ടേണ്ടതാണ്. അതിന് വേണ്ടി ശ്രമിക്കേണ്ടതാണെന്നർത്ഥം. അടുത്തത് ഇടവക്കൂറാണ്. കാർത്തികയുടെ അവസാനത്തെ 3 പാദവും രോഹിണിയും മകയിരത്തിൻ്റെ ആദ്യ 1ഉം 2ഉം പാദങ്ങളും ചേർന്നതാണ് ഇടവക്കൂറുകാർക്ക് അവരുടെ 10ാം ഭാവത്തിൽ ചതുർഗ്രഹ യോഗം വരുന്നുണ്ട്. പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടതായിട്ട് വരിക, ഉള്ള സ്ഥാനത്ത് നിന്ന് കുറച്ചുകൂടെ ഉയർന്ന സ്ഥാനത്തേക്ക്, ഇപ്പോൾ ജോലിയിലും മറ്റുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു അവസ്ഥയിൽ നിന്ന് കുറച്ചുകൂടെ ഉയർന്ന അവസ്ഥയിലേക്കുള്ള പ്രമോഷൻ സാധ്യതകളും ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ ബിസിനസ്സിലും മറ്റുള്ളവർക്കാണെങ്കിലും കൂടുതൽ അവരുടെ പ്രവർത്തന മണ്ഡലം കുറച്ചുകൂടെ വലുതാകാനുള്ള സാഹചര്യമുണ്ട്. അതുപോലെ പുതിയ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കുക, അത് വ്യക്തിനിഷ്ഠമായിട്ടും ഗ്രൂപ്പായിട്ടും അല്ലെങ്കിൽ അവനവൻ്റെ കമ്പനി, അതൊക്കെ ഇങ്ങനെ പുതിയ നൂതനമായിട്ടുള്ള ഉത്തരവാദിത്വങ്ങൾ കിട്ടാനും ഒക്കെ സാധ്യതയുണ്ട്. എന്ന് മാത്രമല്ല അവരവരുടെ സ്വന്തം പരിശ്രമ ഫലമായിട്ട് ഈ പ്രവർത്തനത്തിൽ കിട്ടുന്നതിൻ്റെ ഒരു അംഗീകാരം, മറ്റുള്ളവർ നമ്മളെ ശ്രദ്ധിക്കുന്നു എന്നുള്ളത് കൊണ്ട് അവരത് മനസ്സിലാക്കി അംഗീകരിക്കാൻ ഉള്ള ഒരു സാഹചര്യവും ഉണ്ട്. ധനപരമായിട്ട് ഒരു സ്ഥിരമായിട്ടുള്ളതും സുരക്ഷിതമായിട്ടുള്ള വരുമാനം, അതിന് യാതൊരു ബ്രേക്കും ഉണ്ടാകുന്നില്ല. ആരോഗ്യം പറയുകയാണെങ്കിൽ തൈറോയ്ഡ് രോഗികളോ അല്ലെങ്കിൽ അത് സംബന്ധിച്ചുള്ള രോഗങ്ങളുള്ളവർ ശ്രദ്ധിക്കേണ്ടതാണ്. കഴുത്ത്, തൊണ്ട, ശബ്ദം, വോക്കൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആയിട്ട് ബന്ധപ്പെട്ട് ചെറിയ അസുഖങ്ങളുണ്ടാകാം. അങ്ങനെ അസുഖമുള്ളവർ അത് കുറച്ച് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. കുടുംബത്തിലും സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാവും. കുടുംബത്തിൽ വളരെ സ്വച്ഛമായിട്ടുള്ള കുടുംബാന്തരീക്ഷമാണ് ഉണ്ടാകാൻ സാധ്യതയുള്ളത്.
ഒരു പരിഹാരം എന്ന നിലയ്ക്ക് വ്യാഴത്തിന് വ്യാഴഗ്രഹത്തിന് അഥവാ അതിൻ്റെ അധീശത്വം വഹിക്കുന്നതായിട്ടുള്ള വിഷ്ണുവിന് പൂജ നടത്തുക, ശാന്തി ഹോമാദികൾ നടത്തുന്നതും ഒക്കെ നല്ലതാണ്. അതുപോലെ തന്നെ സാത്വിക വൃത്തിയിൽ കൂടെയുള്ള പ്രവർത്തനങ്ങളും ഒക്കെ നടത്തുന്നത് കൊണ്ട് ഇവർക്ക് കൂടുതൽ സന്തോഷകരമായിട്ട് ഇരിക്കാൻ സാധിക്കും. അടുത്തത് മിഥുനക്കൂറാണ്. മകയിരത്തിൻ്റെ അവസാനത്തെ 2 പാദം, തിരുവാതിര, പുണർദത്തിൻ്റെ 3/4, അതായത് 1, 2, 3 പാദങ്ങൾ ചേർന്നതാണ് മിഥുനക്കൂറ്. അവരുടെ 9ാം ഭാവത്തിൽ ആണ് ഈ ചതുർഗ്രഹ യോഗം ഉണ്ടാകുന്നത്. ഇവർക്ക് വിദേശ ബന്ധങ്ങളുള്ളവർക്ക് അഥവാ വിദേശത്ത് പഠിക്കാൻ പോവുക, വിദേശത്ത് റിസർച്ചിനും ഒക്കെ ട്രെയിനിങ്ങിനും ഒക്കെ പോകേണ്ടവർ, അഥവാ വിദേശത്തിൽ ബിസിനസ് ബന്ധങ്ങൾ ഉള്ളവർ, അവർക്കൊക്കെ ചില വിചാരിച്ചിരിക്കാത്ത ചില പുതിയ അസൈൻമെൻറ്റ്സ് വരികയോ അവിടെ കൂടുതൽ പ്രശോഭിക്കാൻ സാധിക്കുകയോ ഒക്കെ ഉണ്ടാകും. ട്രെയിനിങ് കൊടുക്കുന്ന അഥവാ മറ്റുള്ളവരെ ട്രെയിൻ ചെയ്ത് ജോലി ചെയ്യുന്നവർക്കും അങ്ങനെയുള്ള ആ തരത്തിൽ പെടുന്ന വർക്കുകൾ ചെയ്യുന്നവർക്കും ഒക്കെ ഈ ആഴ്ച അനുകൂലമായിട്ടുള്ള സമയമാണ്. ധനപരമായിട്ട് അവർക്ക് യാത്ര ചെയ്യേണ്ടതായിട്ട് വരുന്നു. ഈ യാത്ര കൊണ്ടും അതുപോലെ തന്നെ ട്രെയിനിങ് വിദ്യാഭ്യാസ മേഖലയിലും ഒക്കെ വഴി ധനലാഭം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആരോഗ്യപരമായിട്ട് വളരെ സന്തോഷവും ആത്മവിശ്വാസത്തോടു കൂടിയുള്ള പ്രവർത്തനമായിരിക്കും. മറ്റ് രോഗങ്ങളിൽ നിന്നും ഒന്നും ഉള്ള ഭയം ആവശ്യമില്ല. ഉത്സാഹത്തോടു കൂടി കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ സാധിക്കും. കുടുംബത്തിൽ മുതിർന്നവരുടെ അഥവാ അച്ഛനമ്മമാർ അങ്ങനെയുള്ള അവരുടെ അനുഗ്രഹം അവരുടെ ഉണ്ടാകാൻ സാധിക്കും. അവരുടെ അനുഗ്രഹത്തോടു കൂടി പല കാര്യങ്ങൾക്കും കുടുംബപരമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ നിർണായകമായിട്ടുള്ള ചില തീരുമാനങ്ങൾ എടുക്കാനും അത് അനുഗ്രഹപ്രദമാകാനും ഒക്കെ സാധിക്കുന്നതാണ്. ഇവർക്കൊരു ഉപദേശം എന്നുള്ള നിലയ്ക്ക് അവർ രാവിലത്തെ സമയത്ത് കൂടുതൽ നേരം ജോലി ചെയ്യുന്നതിന് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും രാത്രി സമയം വളരെ വൈകാത്ത രീതിയിൽ തടസ്സമില്ലാത്ത ഉറക്കം കിട്ടാൻ ശ്രദ്ധിക്കുകയും വേണം. അതുപോലെ തുളസി പരിപാലനം, തുളസി ചെടിക്ക് വെള്ളമൊഴിക്കുക, പരിപാലിക്കുക, ഇതൊക്കെയും ഒരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് പറയാവുന്നതാണ്. ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, വിഷ്ണു സഹസ്രനാമം ജപിക്കുക, ഇതൊക്കെയും അനുകൂലമായിട്ടുള്ള ഫലം കൂടുതൽ നന്നാവാൻ സാധ്യതയുണ്ട്. അടുത്തത് കർക്കിടകക്കൂറാണ്. പുണർദത്തിൻ്റെ അവസാനത്തെ ഒരു പാദവും പൂയം ആയില്യം നക്ഷത്രങ്ങളും ചേർന്നതാണ് കർക്കിടകക്കൂറ്. അഷ്ടമസ്ഥാനത്ത് ഈ ചതുർഗ്രഹ യോഗവും ഒക്കെ വരുന്നു എന്നുള്ളത് കൊണ്ട് പല തരത്തിലുള്ള മനോവ്യഥകൾ അവർക്കുണ്ടാകും. ചില രഹസ്യ ജോലികളും മറ്റുമൊക്കെ ചെയ്യുന്നവർ, അല്ലെങ്കിൽ അറിയാതെ ചെയ്യുന്ന ചില ഗവേഷണങ്ങൾ, അതുപോലെ പോലീസ്, ഇൻ്റലിജൻസ്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ചില ജോലികൾ, അങ്ങനെയുള്ളവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. എന്നാൽ ഇവർക്ക് അവരുടെ സ്വന്തം പ്രവർത്തന മണ്ഡലത്തിൽ, പ്രവർത്തന മേഖലയിൽ അഥവാ ജോലി സ്ഥലത്ത് മറ്റുമൊക്കെ ചില പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരും. മറ്റ് കൊളീഗ്സുമായിട്ടും സുപ്പീരിയർ ആയിട്ടുള്ള ആൾക്കാരിൽ നിന്നും ഒക്കെ ഉണ്ടാകാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് ഓഫീസ് രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ അവിടെ ഉള്ള ചില വിഭാഗീയത ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കഴിയുന്നത്ര അകന്നു നിൽക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ അവരെ ചുറ്റിപ്പറ്റി ചില സംശയങ്ങളോ അല്ലെന്നുണ്ടെങ്കിൽ പരാതികളോ ഒക്കെ രൂപപ്പെട്ടു വരാൻ സാഹചര്യം ഉണ്ട്. ധനപരമായിട്ട് അപ്രതീക്ഷിതമായിട്ടുള്ള ചില ചിലവുകളൊക്കെ അവർക്ക് വന്നു ചേരാനിടയുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കഴിയുന്നത്ര റിസ്ക് ഫാക്ടർ നോക്കിയിട്ടേ ധനം ഇൻവെസ്റ്റ് ചെയ്യാനോ മറ്റുള്ളവർക്ക് കൊടുക്കാനോ അല്ലെങ്കിൽ ധനപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ട ഒരു കാലമാണ്. ആരോഗ്യ സംബന്ധമായിട്ട് ചില ഉറക്ക പ്രശ്നങ്ങളൊക്കെ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഉറക്ക പ്രശ്നങ്ങളൊക്കെ വരാം. അതുകൊണ്ട് അവർ രാത്രിയിൽ വളരെ നേരം വൈകി ഉറക്കത്തിലേക്ക് പോകുന്നതൊക്കെ ഒഴിവാക്കണം. രാവിലത്തെ സമയം ജോലി കൂടുതൽ ചെയ്യുന്ന രീതിയിലേക്ക് കൊണ്ടുവരണം. ഇവർക്ക് ദഹന പ്രശ്നങ്ങളും സംഭവിക്കാവുന്നതാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുകയും ഉറക്കമിളയ്ക്കുക മുതലായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ഒഴിവാക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. കുടുംബത്തിൽ
ചില പ്രക്ഷുബ്ധാവസ്ഥയും ഒക്കെ ഉണ്ടാകും. നമ്മുടെ തന്നെ സ്വന്തം വാക്കുകളിൽ കൂടെ കുടുംബത്തിലുള്ള മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുകയും അതിൽ നിന്ന് ഉണ്ടാകുന്ന ചില അസ്വസ്ഥതകളും മറ്റൊക്കെ കുടുംബത്തിൽ വരാൻ സാഹചര്യമുണ്ട്. അത് വാക്കുകൾ നിയന്ത്രിക്കുകയാണ് അവിടെ ആവശ്യം. ഇവർ ശിവക്ഷേത്ര ദർശനം നടത്തുന്നതും ജലം കൊണ്ടുള്ള ധാര നടത്തുന്നതും ഒക്കെ അനുകൂലമായിട്ടുള്ള ഫലം ചെയ്യും. അതുപോലെ ജലദാനം, ജലം മറ്റുള്ളവർക്ക് പ്രയോജനകരമാം വിധം ജലം കൊടുക്കുക, അല്ലെങ്കിൽ ആ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുക ഒക്കെ അതുകൊണ്ട് കിട്ടേണ്ടതായിട്ടുള്ള അനുഗ്രഹം അവർക്ക് കിട്ടുന്നതാണ്. അടുത്തത് ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിന് മകവും പൂരവും ഉത്രത്തിൻ്റെ ആദ്യ പാദവും ചേർന്നതാണ് ചിങ്ങക്കൂറ്. പങ്കാളിത്തത്തോട് ചെയ്യുന്ന ബിസിനസ്സോ ജോലിയോ അല്ലെങ്കിൽ കൂട്ടായ്മയിൽ ഒരു ഗ്രൂപ്പായിട്ട് ചെയ്യുന്ന ജോലികളും ഒക്കെ വിജയിക്കും. അതിൽ വളരെ വ്യക്തമായിട്ടുള്ള ധാരണ ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ അപവാദങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. ദാമ്പത്യ ബന്ധത്തിലും ഇത് വളരെ ആവശ്യമായിട്ട് വരുന്നു. അതുകൊണ്ട് കഴിയുന്നത്ര ഒരു പരസ്പര അറിഞ്ഞ് കാര്യങ്ങളറിഞ്ഞ് ചർച്ച ചെയ്ത് അഥവാ പരസ്പര പൂരകമായിട്ട് വർത്തിച്ചാൽ മാത്രമാണ് അവർക്ക് അവരുടെ പ്രവർത്തന മേഖലയിൽ പ്രവർത്തന മണ്ഡലത്തിൽ ജോലിയിലും ബിസിനസ്സിലാണെങ്കിലും ഒക്കെ നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ. ധനപരമായിട്ട് കുഴപ്പം ഒന്നും കാണുന്നില്ല. സ്ഥിരമായിട്ടുള്ള വരുമാനവും ഒക്കെ ഉണ്ടാകും. ആരോഗ്യ സംബന്ധമായിട്ട് പറഞ്ഞാൽ ഹൃദയം അല്ലെന്നുണ്ടെങ്കിൽ രക്തചംക്രമണം മുതലായിട്ടുള്ള കാര്യങ്ങളിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാം. അങ്ങനെയുള്ള രക്തസമ്മർദ്ദവും മറ്റൊക്കെ കൂടുതലായേക്കാം. അങ്ങനെയുള്ള രോഗങ്ങളുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ദാമ്പത്യ ബന്ധത്തിൽ ചില അവ്യക്തതകൾ ഉണ്ടായെന്നിരിക്കാം. അത് തുറന്ന സംഭാഷണത്തിൽ കൂടെ ചർച്ച ചെയ്ത് അത് ഒരു ഫ്രിക്ഷൻ ഇല്ലാത്ത രീതിയിൽ കൊണ്ടുപോകാൻ ശ്രദ്ധിക്കേണ്ടതാണ്. പരിഹാരം എന്നുള്ള നിലയ്ക്ക് ഗണപതി ക്ഷേത്ര ദർശനം, ചതുർത്ഥി വ്രതം ആചരിക്കുക മുതലായിട്ടുള്ള കാര്യങ്ങളും, ഗണപതിക്ക് ഏത്തമിടുക, വഴിപാട് കഴിക്കുക, ഗണപതി ഹോമം കഴിക്കുക, സ്വയമേവ നിത്യേന ഗണപതി സ്തുതികൾ ചൊല്ലുക, ഇതൊക്കെയും അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാകാൻ സാധിക്കും. അടുത്തത് കന്നി കൂറാണ്. ഉത്തരത്തിൻ്റെ അവസാനത്തെ 3 പാദവും അത്തവും ചിത്തിരയുടെ 1ഉം 2ഉം പാദങ്ങളും ചേർന്നതാണ് കന്നിക്കൂറ്. 6ാം ഭാവത്തിൽ ആണ് ഈ ചതുർഗ്രഹയോഗവും മറ്റുമൊക്കെ ഉള്ളത്. ബുധശുക്ര രാഹു സൂര്യന്മാർ അവിടെ ഒന്നിച്ചു നിൽക്കുന്നു. അപ്പോൾ ഇവർക്ക് ഉണ്ടാകുന്ന ഒരു ഗുണം പറഞ്ഞാൽ, അവരുടെ പ്രവർത്തന മണ്ഡലത്തിൽ ഉണ്ടാകുന്ന ഒരു ഗുണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ മത്സരങ്ങളോ മറ്റുള്ളവരുമായിട്ടുള്ള മത്സരിച്ച് ചെയ്യേണ്ട കാര്യങ്ങളിലൊക്കെ വിജയം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ശത്രുക്കൾ, അതെനിക്കെതിരായിട്ട് നീങ്ങുന്നവർ, അവർക്ക് പരാജയം സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ശത്രുക്കൾ തന്നെ ഉപേക്ഷിച്ച് തനിക്കെതിരായിട്ടുള്ള പ്രവർത്തികൾ നിർത്താൻ സാധ്യതയുണ്ട്. അതുപോലെ മത്സര പരീക്ഷകളിലും ഇൻ്റർവ്യൂ മുതലായിട്ടുള്ളവരിലും തനിക്ക് വിജയം സിദ്ധിക്കുകയും ഒക്കെ ഈ ഒരാഴ്ചത്തെ ഫലമായിട്ട് പറയാവുന്നതാണ്. അതുപോലെ ചില കടക്കണിയിൽ ഒക്കെ വീണിട്ടുള്ള ആൾക്കാർ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നടത്തും. ആ പ്രവർത്തനം ഇപ്പോൾ നടത്തുന്നത് അനുകൂലമായിട്ടുള്ള ഫലം ഉണ്ടാക്കും. അങ്ങനെയുള്ള കടങ്ങൾ തീർക്കാനും ഉള്ള ഒരു സമയമാണ്. അത് നമുക്ക് അനുകൂലമാകുന്ന വിധത്തിൽ അത് സെറ്റിൽമെൻറ്റ് നടത്താൻ സാധിക്കും. ആരോഗ്യപരമായിട്ട് നാഡീസംബന്ധമായിട്ടുള്ള ചില പ്രശ്നങ്ങളും ഒക്കെ അവർക്കുണ്ടാകും. അത് ശ്രദ്ധിക്കേണ്ടതാണ്. കുടുംബത്തിൽ നമ്മുടെ ജോലി തിരക്കും ഒക്കെ കാരണം വേണ്ടത്ര ശ്രദ്ധ പതിപ്പിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടുണ്ടാവുന്ന നീരസങ്ങളോ അസ്വാരസ്യങ്ങളോ കുടുംബത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പരിഹാരമായിട്ട് ദുർഗാ സപ്തശതി അഥവാ ദുർഗാ പൂജ അല്ലെങ്കിൽ ദുർഗാക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ഒക്കെ വളരെ അനുകൂലമായിട്ടുള്ള ഫലം ഉണ്ടാകും. അതുപോലെ തന്നെ ജീവിതത്തിലും ഒരു ക്രമീകരണവും ക്രമബദ്ധമായിട്ടുള്ള ജീവിതവും ഒക്കെ ഉണ്ടാകാൻ, പ്രാവർത്തികമാക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്തത് തുലാക്കൂറാണ്. ചിത്തിരയുടെ അവസാനത്തെ 2 പാദം ചോതി, വിശാഖം, മുക്കാല്, വിശാഖത്തിൻ്റെ 1ഉം 2ഉം 3ഉം പാദങ്ങൾ ചേർന്നതാണ് തുലാക്കൂറ്. കലാപരമായിട്ടുള്ള മേഖലയിൽ ജോലി ചെയ്യുന്നവർ, മീഡിയ, പത്രപ്രവർത്തനം, അതുപോലെ മറ്റ് വിഷ്വൽ ആയിട്ടുള്ള കാര്യങ്ങളിലും ഒക്കെ പ്രവർത്തനം നടത്തുന്നവർ, സ്റ്റുഡിയോ മറ്റുമൊക്കെ നടത്തുന്ന ആൾക്കാർ, അതുപോലെ ഡിസൈനേഴ്സ്, അധ്യാപനം നടത്തുന്ന അധ്യാപകർ, അതുപോലെ അങ്ങനെയുള്ള അവർക്കൊക്കെ പൊതുവെ ഒരു അംഗീകാരം കിട്ടിയേക്കാവുന്ന കാലമാണ്.
അതുപോലെ തന്നെ കമിതാക്കൾ, പ്രണയം മുതലായിട്ടുള്ള കാര്യങ്ങൾക്ക് തടസ്സമുണ്ടായിരുന്നത് നീങ്ങാൻ ഇതിന് ഇപ്പോൾ സാഹചര്യമുണ്ട്. ധനപരമായിട്ടുള്ള കാര്യങ്ങളിലും ഒരു അനുകൂലമായിട്ടുള്ള ഭാവമാണ്. ഒരു നല്ല വരുമാനം സ്ഥിരമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കും. ആരോഗ്യത്തിനും മറ്റ് പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. മാനസികമായിട്ടുള്ള സന്തോഷവും ശാരീരികമായിട്ടുള്ള സന്തോഷവും അവർക്ക് അനുഭവിക്കാൻ സാധിക്കും. കുടുംബപരമായിട്ടും കുട്ടികളോടൊത്ത്, പ്രത്യേകിച്ച് കുട്ടികളോട് ഒക്കെയുള്ള ബന്ധം ഊഷ്മളമാക്കി കൊണ്ടുപോകാൻ അവർക്ക് സാധിക്കുന്നതാണ്. ഇവർക്ക് പരിഹാരം എന്നുള്ള നിലയ്ക്ക് വെള്ളിയാഴ്ച ദിവസം മഹാലക്ഷ്മിയെ പൂജിക്കുക, അതുപോലെ കൃഷ്ണക്ഷേത്രത്തിൽ ദർശനം നടത്തുക, മാല മുതലായിട്ടുള്ളവ സമർപ്പിക്കുക. ഇതൊക്കെയും നല്ല ഫലങ്ങളെ ചെയ്യാനും ദോഷങ്ങളെ ഇല്ലാതെയാക്കാനും സാധിക്കുന്നതാണ്. അടുത്തത് വൃശ്ചികക്കൂറാണ്. വിശാഖത്തിൻ്റെ അവസാനത്തെ ഒരു പാദം അനിഴം തൃക്കേട്ട. ഈ നാളുകാർക്കാണ് വൃശ്ചികം കൂറ് എന്ന് പറയുന്നത്. 4-ാം ഭാവത്തിൽ ചതുർഗ്രഹ യോഗം വരുന്നുണ്ട്. അവർക്ക് വീട് മാറ്റം, അതുമല്ലെങ്കിൽ താൻ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന മേഖല മാറി മറ്റൊരു മേഖലയിലേക്ക് പ്രവർത്തിക്കേണ്ടി വരിക, ഒരു ജോലി വിട്ടിട്ട് മറ്റൊരു ജോലിയിലേക്ക് പ്രവേശിക്കുക, ഒരു ബിസിനസ്സിൽ ചില ഡൈവേഴ്സിഫിക്കേഷനും മറ്റൊക്കെ ഉണ്ടാവുക, സ്ഥലം മാറി ജോലി ചെയ്യേണ്ടി വരിക, ഇങ്ങനെയുള്ളതൊക്കെ ഉണ്ടാകും. അത് അനുകൂലമാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനത്തിൽ ശ്രദ്ധിക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ അതുമൂലമുള്ള മാനസിക സംഘർഷങ്ങളും അസ്വസ്ഥതകളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കഴിയുന്നത്ര ജോലി സ്ഥലത്ത് സ്റ്റിക്ക് ഓൺ ചെയ്യാതെ അവിടെ നിന്ന് മാറി നിന്ന് റിമോട്ടായിട്ട് നിന്നുകൊണ്ടുള്ള ചില വർക്കുകളും, ഡ്യൂട്ടി ഫ്രം ഹോം എന്നൊക്കെ പറയുന്ന പോലെയുള്ള ജോലിയൊക്കെ ചെയ്യുന്നത് നന്നായിരിക്കും. വീട് വാഹനം സംബന്ധിച്ചും ഇവർക്ക് ചില ചിലവുകൾ വന്നേക്കാം. അത് കൂടുതലായിട്ട് ഉള്ള ചിലവുകൾ വാഹനം സംബന്ധിച്ചും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് അങ്ങനെയുള്ളത് തൽക്കാലം ഒഴിവാക്കി മറ്റൊരു സമയത്തേക്ക് വയ്ക്കുന്നതായിരിക്കും നല്ലത്. അഥവാ അങ്ങനെയുള്ള ആസ്തികൾ വിൽക്കാനും ഒക്കെ ആണെങ്കിൽ അത് അനുകൂലമായിട്ടുള്ള, അതിന് വേണ്ടതായിട്ടുള്ള വില കിട്ടും, ലാഭത്തോടു കൂടി വിൽക്കാൻ സാധിക്കുകയും ചെയ്യും. ആരോഗ്യ സംബന്ധമായിട്ട് കഫക്കെട്ടും നെഞ്ചിലെ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കൂടുതലും സമയത്തും ഒരു ഉത്കണ്ഠയോടുകൂടി ഇരിക്കേണ്ടി വരുന്നു എന്നുള്ളതുകൊണ്ട് ആ ഒരു സംഘർഷം ഉണ്ടാകും. അത് സൂക്ഷിക്കേണ്ടതാണ്. വീട്ടിലും കുറച്ച് ബുദ്ധിമുട്ടുകൾ, ഓരോരുത്തരും കുടുംബാംഗങ്ങൾ പല രീതിയിൽ ചിന്തിക്കുന്നു, പല അഭിപ്രായങ്ങളുണ്ടാകുന്നു എന്നുള്ളത് കൊണ്ട് അതിന് അഭിപ്രായ ഐക്യം ഉണ്ടാകാൻ പറ്റാതെ വരുന്നത് കൊണ്ടുണ്ടാകുന്ന ചില അസ്വസ്ഥതകൾ വീട്ടിൽ അനുഭവപ്പെട്ടേക്കാം. പരിഹാരമായിട്ട് ചന്ദ്രന് ശാന്തി പൂജ ചെയ്യുക, ദുർഗാ ഭഗവതിക്കും പാർവതിക്ക് ഒക്കെ പൂജ ചെയ്യുകയോ അങ്ങനെയുള്ള ക്ഷേത്രത്തിൽ വഴിപാട് നടത്തുന്നതുമൊക്കെ നല്ല ഫലം കിട്ടും. അതുപോലെ വെളുത്ത പാല്, അതുപോലെ വെളുത്ത ധാന്യങ്ങൾ, ഇതൊക്കെ ക്ഷേത്രത്തിൽ സമർപ്പിക്കുക, അല്ലെങ്കിൽ അത് ഉത്തമനായിട്ടുള്ള ആൾക്കാർക്ക് ദാനം ചെയ്യുക. ഇതൊക്കെയും അമ്മയുടെ സ്ഥാനത്ത് വരുന്നവരുടെ സന്തോഷം ജനിപ്പിക്കുമാറുള്ള പ്രവർത്തനങ്ങൾ നടത്തുക, അവർക്ക് ദാനാദികളെ കൊണ്ട് സന്തോഷിപ്പിക്കുക ഒക്കെ നല്ല ഫലങ്ങൾ കിട്ടാനും ഈ ദുരിതങ്ങൾ ഒട്ടൊക്കെ മാറി നിൽക്കാനും സഹായിക്കുന്നതാണ്. അടുത്തത് ധനുക്കൂറാണ്. മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യപാദം ചേർന്നതാണ് ധനുക്കൂറ്. മാർക്കറ്റിംഗ്, അതുപോലെ നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങും എഴുത്തുവിദ്യ, അതുപോലെ മീഡിയ സംബന്ധിച്ച് ഇങ്ങനെയൊക്കെയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്ക് ഗുണകരമാണ്. എന്നാൽ അതാത് സമയത്ത് വേണ്ടതായിട്ടുള്ള തീരുമാനങ്ങൾ സ്വയം ചിന്തിച്ച് ശക്തമായ തീരുമാനം എടുത്ത് മുന്നോട്ട് പോകേണ്ട കാലമാണ്. അതല്ല അവിടെ ഒരു ഇടർച്ച ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ദുരിതം അവരുടെ കർമ്മമേഖലയിൽ, കർമ്മമണ്ഡലത്തിൽ അനുഭവിക്കേണ്ടതായിട്ട് വരും. ധനപരമായിട്ട് അനുകൂലമാണ് തന്നെയാണ്. ലാഭവും ധനവരുമാന മാർഗങ്ങളുമൊക്കെ തുടർച്ചയായിട്ട് അതിൻ്റെ ഒരു കണ്ടിന്യൂയിറ്റി ഉണ്ടായിരിക്കും. ആരോഗ്യ സംബന്ധമായിട്ട് കൈകൾക്കും അതുപോലെ തോളെല്ലുകളും ശിരസിൻ്റെ പാർശ്വങ്ങൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ചില വേദനകളോ അല്ലെങ്കിൽ അത് സംബന്ധിച്ചുള്ള ചില രോഗങ്ങളോ ഒക്കെ വരാൻ സാധ്യതയുണ്ട്. കുടുംബപരമായിട്ട് പരസ്പര ബന്ധത്തിൽ സഹോദരന്മാരും സഹോദരന്മാരും ഒക്കെ ആയിട്ട്
ഒരു ഉണ്ടായിരുന്ന വൈരത്തെ മാറി അവരൊക്കെ ഒന്നിച്ച് വരാൻ ഒന്നിച്ച് ഒരേ അഭിപ്രായത്തിൽ വരാൻ സാധ്യതയുണ്ട്. ഒരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് ശിവനെ ധ്യാനിക്കുക അഥവാ ശിവക്ഷേത്ര ദർശനം നടത്തുക, അതുപോലെ ഹനുമാൻ ചാലീസയൊക്കെ ജപിക്കുന്നതും അനുകൂലമായിട്ടുള്ള ഫലം തരും. വാക്കുകളിലും കുറച്ച് രൂക്ഷ വാക്കുകൾ ഒഴിവാക്കി വളരെ സാത്വികമായിട്ടുള്ള വാക്കുകളിൽ കൂടെ കമ്മ്യൂണിക്കേഷൻ ഒക്കെ കുടുംബത്തിലാണെങ്കിലും അവരവരുടെ കർമ്മ മേഖലയിൽ ജോലി സ്ഥലത്തോ ഒക്കെ ആണെങ്കിലും നടത്തുന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്തത് മകരം കൂറാണ്. ഉത്രാടത്തിൻ്റെ അവസാനത്തെ 3 പാദവും തിരുവോണവും അവിട്ടത്തിൻ്റെ അവിട്ടത്തിൻ്റെ 1ഉം 2ഉം പാദങ്ങളും ചേർന്നതാണ് മകരക്കൂറ്. ധനപരമായിട്ടുള്ള കാര്യങ്ങളിൽ നിതാന്തമായിട്ടുള്ള ജാഗ്രത പുലർത്തേണ്ട സമയമാണ്. അതുകൊണ്ട് ഉണ്ടാകുന്ന ചില നഷ്ടങ്ങൾ, അതിന് വേണ്ട ജാഗ്രത കൊടുക്കാത്തത് കൊണ്ടുണ്ടാകുന്ന ചില നഷ്ടങ്ങളും ഒക്കെ ഉണ്ടാകും. അത് എന്നും മാത്രമല്ല, തനിക്ക് ഓഫീസിലോ അല്ലെങ്കിൽ അവരവർ ജോലി ചെയ്യുന്ന മേഖലയിൽ ഒരു അധികാരം കൂടുതലായിട്ട് പ്രദർശിപ്പിക്കേണ്ട അഥവാ അത് കിട്ടുന്ന ഒരു കാലമാണ്. അങ്ങനെയുള്ള അതിൻ്റെ പേരിൽ വരുമാനം ഉണ്ടാകും ഇവർക്ക്. എന്നാൽ ചിലവ് നിയന്ത്രണമില്ല എന്നുണ്ടെങ്കിൽ വരുമാനത്തിലേറെ ചിലവ് ഉണ്ടാകും എന്നുള്ളതും ഒരു ഫലമായിട്ട് പറയാവുന്നതാണ്. ഇവർക്ക് പല്ല്, നഖങ്ങൾ, എല്ല് മുതലായിട്ടുള്ള അവരുടെ രോഗങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെയുള്ള രോഗങ്ങളുള്ളവർ പ്രത്യേകിച്ച് സൂക്ഷിക്കേണ്ടതാണ്. കുടുംബത്തിലും അസ്വസ്ഥത ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട്. വാക്കുകളെ കൊണ്ടുണ്ടാകുന്ന അസ്വാരസ്യങ്ങളും നീരസങ്ങളും ഒക്കെ കുടുംബത്തിൽ ഉടലെടുക്കും. അത് കഴിയുന്നത്ര സംയമനം പാലിച്ച് കുടുംബാന്തരീക്ഷം ശക്തമായിട്ട് വയ്ക്കേണ്ടതാണ്. ഒരു പരിഹാരമായിട്ട് ശുദ്ധമായിട്ടുള്ള എള്ളെണ്ണ ഉപയോഗിച്ച് ദീപം കത്തിക്കുക, അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക. അതുപോലെ എള്ള് അഥവാ എള്ളെണ്ണ ദാനം ചെയ്യുക, അതുപോലെ ക്ഷേത്രങ്ങളിൽ സമർപ്പിക്കുക. ഇതൊക്കെയും നല്ലതാണ്. ശാസ്താക്ഷേത്രത്തിലോ ശിവക്ഷേത്രത്തിലോ ഒക്കെ ദർശനം നടത്തുകയും വഴിപാട് നടത്തുകയും ഒക്കെ നല്ലതാണ്. ക്ഷമയോടുകൂടിയുള്ള വർത്തമാന രീതിയും ഒക്കെ അവർ ചെയ്തു വരാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്തത് കുംഭക്കൂറാണ്. അവിട്ടത്തിൻ്റെ അവസാനത്തെ 2 പാദവും ചതയവും പൂരോരുട്ടാതിയുടെ 3/4, 1ഉം 2ഉം 3ഉം പാദങ്ങൾ ചേർന്നതാണ് കുംഭക്കൂറ്. ഇവരുടെ കുംഭത്തിൽ തന്നെയാണ് ബുധ, ശുക്ര, രാഹു, സൂര്യാദി ഗ്രഹങ്ങൾ 4ഉം. ചതുർഗ്രഹ യോഗം ലഗ്നത്തിൽ തന്നെയാണ്. ജോലിയിൽ ചില ജോലിയിലോ അവരുടെ പ്രവർത്തന മേഖലയിലോ ചില കാര്യമായ വ്യത്യാസങ്ങളൊക്കെ വന്നെന്ന് ഇരിക്കാം. പുതിയ ജോലി അഥവാ പുതിയ മേഖലയിലേക്ക്, പുതിയ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ അവരുടെ പ്രവർത്തന രീതിക്കൊക്കെ ചില വ്യത്യാസങ്ങളുമൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ താൻ ചെയ്തുകൊണ്ടിരുന്ന ജോലി, അതുപോലെ തന്നെ തൻ്റെ കൂടെയുള്ള ആൾക്കാർ ഇതിൻ്റെ വാസ്തവസ്ഥിതി അത് തിരിച്ചറിയാനും ഒക്കെ ഒരു സാഹചര്യം ഉണ്ടാവുന്നതാണ്. അത് അനുസരിച്ച് തൻ്റെ വർക്കും തൻ്റെ ജോലിയും വിഷനും ഒക്കെ മാറ്റേണ്ടതായിട്ട് വരും, അഥവാ മാറ്റുന്നത് നല്ലതാണ്. പുതിയ ധനാഗമ മാർഗങ്ങൾ ഉണ്ടാകും. അത് വേണ്ട വിധത്തിൽ ആലോചിച്ച്, 2ാം ഭാവത്തിൽ ശനിയാണ്, ആലോചിച്ച് മാത്രം അങ്ങനെയുള്ള കാര്യങ്ങളിൽ ധനപരമായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ആരോഗ്യ സംബന്ധമായിട്ട് ഉറക്കക്കുറവുണ്ടാകും. അതുപോലെ തന്നെ ഈ രക്തസമ്മർദ്ദം മുതലായിട്ടുള്ള കാര്യങ്ങൾ, നാഡീ തളർച്ച മുതലായിട്ടുള്ള അവ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ ഇങ്ങനെയുള്ള രോഗങ്ങളുടെ ടെൻഡൻസി ഉള്ളവർക്കാണിത് പ്രത്യക്ഷമായിട്ട് കാണുക. അല്ലാത്തവർക്ക് ചെറുതായിട്ടെങ്കിലും ഇങ്ങനെയുള്ള കുഴപ്പങ്ങൾ ഉണ്ടാകാം. അത് പ്രത്യേകം ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ്. കുടുംബപരമായിട്ടും ഒരു അസ്വസ്ഥത കുടുംബത്തിൽ വരാനുള്ള സാഹചര്യമുണ്ട്. താൻ ചെയ്യുന്നതായിട്ടുള്ള പ്രവർത്തികൾ കുടുംബത്തിന് വേണ്ടിയിട്ടുള്ളതാണെങ്കിലും അത് പൂർണ്ണമായിട്ട് അംഗീകരിക്കാൻ മറ്റുള്ളവരെ കൊണ്ട് സാധിക്കാതെ, കുടുംബത്തിലുള്ള മറ്റുള്ളവരെ കൊണ്ട് അംഗീകരിക്കാൻ സാധിക്കാതെ വരുന്നതിനുണ്ടാവുന്ന ചില നീരസങ്ങളോ ഒക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. അതൊക്കെയും വേണ്ടതുപോലെ കൈകാര്യം ചെയ്യാൻ ശ്രദ്ധിക്കുക. പരിഹാരമായിട്ട് ശാസ്താക്ഷേത്ര ദർശനം, എള്ളുകൊണ്ടുള്ള നീരാജനം നടത്തുക, ഇതൊക്കെ നല്ലതാണ്. എള്ള് ദാനം ചെയ്യുന്നതും തിലം ദാനവും അതുപോലെ തന്നെ എള്ളെണ്ണ ദാനം ചെയ്യുന്നതും അത് ക്ഷേത്ര സമർപ്പണം ചെയ്യുന്നതും ഒക്കെ
ഗുണം ചെയ്യും. അടുത്തത് മീനം രാശിയാണ്. മീനം രാശിക്ക് പൂരുരുട്ടാതി അവസാനത്തെ ഒരു പാദവും ഉത്രട്ടാതിയും രേവതിയും ചേർന്ന നക്ഷത്രങ്ങൾ ചേർന്നതാണ് മീനക്കൂറ്. മീനക്കൂറുകാർക്ക് ലഗ്നത്തിൽ ശനിയാണ്. അത് കണ്ടകശനിയും ഏഴരശനിയും കൂടെ ഉള്ളതാണ്. അത് നിരന്തരമായിട്ട് തുടർന്ന് പോന്നുകൊണ്ടിരിക്കുന്നതാണ്. 12ാം ഭാവത്തിലാണ് മറ്റ് പ്രധാനപ്പെട്ട ബുധ ശുക്രാദി ഗ്രഹങ്ങളെല്ലാം തന്നെ. ഇവർക്ക് ഇപ്പോൾ വളരെ അസ്വസ്ഥകരമായിട്ടുള്ള ഒരു ജീവിതം മാനസികമായിട്ടും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. എന്നാൽ അതോടൊപ്പം തന്നെ ഒരു ഈശ്വരാധീനവും അവർക്ക് പറയാവുന്ന 4ാം ഭാവത്തിൽ വ്യാഴമുണ്ട് എന്നുള്ളതുകൊണ്ട് അവർക്ക് പൂർണ്ണമായിട്ട് അവർ തകർന്നു പോകുന്നില്ല. എങ്കിലും അസ്വസ്ഥമായിരിക്കും പൊതുവേ ജീവിതം. എല്ലാം ഒന്നും പൂർണ്ണമാക്കാൻ പറ്റാതെ വരിക, അതുപോലെ തന്നെ തടസ്സങ്ങൾ വരിക, താൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി ഒരു ഘട്ടം വരെ എത്തിയിട്ട് അത് ഉപേക്ഷിക്കേണ്ടതായിട്ട് വരിക, ഇതൊക്കെ ഉണ്ടാകും. എന്നാൽ ചില നാം വിചാരിക്കാത്ത രീതിയിൽ ചില ഒരു പ്രതീക്ഷ പോലും ഇല്ലാത്ത കോണുകളിൽ നിന്നും ഉള്ള ചില സഹായങ്ങളും ഒക്കെ ഉണ്ടാകുകയും ചെയ്യും. ഒരു ആത്മീയമായിട്ടുള്ള ഒരു ഔന്നത്യം അഥവാ അതിൽ പ്രത്യേക ശ്രദ്ധ ഇവർക്ക് ഈ കാലത്ത് ഉണ്ടാവുന്നതാണ്. അത് ആരോഗ്യകരമായിട്ട് വളർത്തിക്കൊണ്ട് വരുന്നത് ഈ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ സൊല്യൂഷന് വളരെ നല്ലതാണ്. ധനപരമായിട്ട് സ്വന്തം വരുമാനത്തേക്കാളേറെ ചിലവ് ഉണ്ടാകേണ്ട കാലമാണ്. ധനവ്യയം, അനാവശ്യമായിട്ടുള്ള വ്യയം ഉണ്ടാകും. അത് സ്വയമേവ നിയന്ത്രിക്കുക. ആരോഗ്യത്തിലും കുറച്ചൊക്കെ അസ്വസ്ഥത, ചില ഉറക്കമില്ലായ്മ, അതുമൂലമുണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ, ഇതൊക്കെ അവർക്ക് ഉണ്ടാകാം. കുടുംബത്തിൽ നിന്നും വളരെ മാറി താമസിക്കേണ്ടി വരിക, ബന്ധുജനങ്ങളിൽ നിന്നും ഒന്നും ഒരു പ്രത്യേക അന്വേഷണമൊന്നുമില്ലാതെ അഥവാ അവരുമായിട്ട് അധികം ബന്ധമില്ലാത്ത വിദേശങ്ങളിൽ താമസിക്കേണ്ടി വരിക, ഒറ്റപ്പെട്ടു എന്നുള്ളൊരു തോന്നൽ ഉണ്ടാവുക, ഇതൊക്കെ അവർക്ക് ഉണ്ടാകാവുന്ന ഒരു കാലമാണ്. അവർക്ക് ഈ കാലദോഷം, പ്രത്യേകിച്ച് കണ്ടകശനിയും ഏഴരശനിയും കൂടെ ഉള്ള കാലമാണ്. ഈശ്വരാനുഗ്രഹം ഉണ്ട് എന്നുണ്ടെങ്കിൽ പോലും ഇതിൻ്റെ ഫലവും കൂടെ ഇതിനോടൊപ്പം തന്നെ അനുഭവിക്കാതിരിക്കാൻ ശനി ഈ ലഗ്നത്തിൽ വരുന്നതിൻ്റേതായിട്ടുള്ള ദുരിതം ഇതോടൊപ്പം തന്നെ അനുഭവിക്കേണ്ടി വരും എന്നുള്ളത് കൊണ്ട് നിരന്തരമായിട്ട് ദിവസേന ഒരു കൃത്യമായിട്ടുള്ള സമയം കാലം നിശ്ചയിച്ച് സ്വയമേവ മന്ത്രജപങ്ങൾ നടത്തുക, പഞ്ചാക്ഷര മന്ത്രം പ്രധാനമായിട്ട് ജപിക്കുക, മറ്റ് ക്ഷേത്ര ദർശനങ്ങളും ശിവക്ഷേത്രാദികളിൽ ദർശനം നടത്തുന്നതും ഒക്കെ പ്രദക്ഷിണാദികൾ നടത്തുന്നതും ഒക്കെ അവരുടെ മറ്റ് മനോവ്യഥകളെ ഇല്ലാതെയാക്കാനും ഫലങ്ങൾ തനിക്ക് അനുകൂലമാക്കാനും വളരെ നല്ലതാണ്. അതുപോലെ തന്നെ സേവന പ്രവർത്തനം നടത്തുന്നത് മറ്റ് സമൂഹത്തിലെ പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ആവശ്യം ഉള്ള സ്ഥലങ്ങളിൽ ശാരീരികമായിട്ടും ധനപരമായിട്ടും ഉള്ള സേവനങ്ങൾ, അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഡൊണേഷൻ കൊടുക്കുക മുതലായിട്ടുള്ള അവരവർക്ക് ചെയ്യാവുന്ന അവസ്ഥയിൽ നിന്നുകൊണ്ടുള്ള സേവനങ്ങൾ ചെയ്യുന്നതും വളരെ നല്ലതാണ്. നമസ്കാരം.